ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഓരോ ചതുരശ്ര അടിയിലും വസിക്കുന്ന മനുഷ്യരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും അടുത്തറിയുന്ന ബൃഹത്തായ പ്രക്രിയയ്ക്ക് വീണ്ടും തിരിതെളിയുകയാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഭരണനിർവഹണ സ്ഥിതിവിവര കണക്ക് ശേഖരണമായ ഇന്ത്യൻ സെൻസസിൻ്റെ തീയതികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നു. കോവിഡ് മഹാമാരിയെ തുടർന്ന് അനിശ്ചിതമായി നീണ്ടുപോയ 2021 സെൻസസ് തികച്ചും നൂതനമായ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ 2026-27 കാലയളവിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വർഷം ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിൽ സെൻസസിൻ്റെ ആദ്യഘട്ട നടപടികൾ രാജ്യത്തുടനീളം നടക്കും. കേവലം തലയെണ്ണൽ എന്നതിനപ്പുറം ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ കരുത്തിൽ ഇന്ത്യയുടെ ഭാവി രേഖ വരയ്ക്കുന്ന ഒരു നിർണായക ദൗത്യമായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. ഒരു രാജ്യത്തിൻ്റെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും വിഭവങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിനും സെൻസസ് ഡേറ്റ അത്യന്താപേക്ഷിതമാണ്. 1872 ബ്രിട്ടീഷ് ഭരണകാലത്ത് ആരംഭിച്ച ഈ പതിവ് 10 വർഷത്തിൽ ഒരിക്കൽ മുടങ്ങാതെ നടന്നു പോന്നിരുന്നു. എന്നാൽ 2021 ലോകത്തെ ആകെ പിടിച്ചുലച്ച കൊറോണ വൈറസ് വ്യാപനം ഇന്ത്യയുടെ സെൻസസ് ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇടവേള സൃഷ്ടിച്ചു. ഈ കാലതാമസം ഭരണപരമായ പല വെല്ലുവിളികളും ഉയർത്തിയെങ്കിലും സാങ്കേതികമായി കൂടുതൽ കരുത്തുറ്റ ഒരു സംവിധാനത്തിലേക്ക് മാറാൻ ഇത് ഇന്ത്യക്ക് അവസരമൊരുക്കി. പഴയകാലത്തെ വലിയ പേപ്പർ ഫോമുകൾക്കും കനത്ത ഫയലുകൾക്കും പകരം ഇത്തവണ സെൻസസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ടാവുക സ്മാർട്ട് ഫോണുകളും അതുപോലെ ടാബ്ലറ്റുകളുമായിരിക്കും. ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് എന്ന ചരിത്രപരമായ വിശേഷണത്തിലൂടെയാണ് ഈ ദൗത്യം ആരംഭിക്കുന്നത്. 2 പ്രധാന ഘട്ടങ്ങളിലായാണ് ഇത്തവണ കണക്കെടുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസുമാണ് നടക്കുന്നത്. ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള 6 മാസ കാലയളവിൽ ഓരോ സംസ്ഥാനവും കേന്ദ്രഭരണ പ്രദേശവും അവർക്ക് അനുയോജ്യമായ 30 ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് ഈ നടപടികൾ പൂർത്തിയാക്കണം. രണ്ടാമത്തെ ഘട്ടം ജനസംഖ്യാ കണക്കെടുപ്പാണ്. ഇത് 2027 ഫെബ്രുവരി മാസത്തിൽ നടക്കും. 2027 മാർച്ച് 1 പുലർച്ചെ 12 മണിക്ക് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയായിരുന്നു എന്നതിനെ ആധാരമാക്കിയാണ് അന്തിമ കണക്കുകൾ തയ്യാറാക്കുക. 1948 സെൻസസ് ആക്ട് പ്രകാരമുള്ള കർശനമായ നിയമ പരീക്ഷയോടെയാണ് ഈ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. ഇത്തവണത്തെ സെൻസസിൻ്റെ ഏറ്റവും വിപ്ലവകരമായ പ്രത്യേകത സ്വയം വിവരശേഖരണത്തിനുള്ള സൗകര്യമാണ്. ഓരോ വീട്ടിലും ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് തന്നെ വ്യക്തികൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി രേഖപ്പെടുത്താൻ സാധിക്കും. ഭവന പട്ടിക തയ്യാറാക്കുന്നതിന് 15 ദിവസം മുമ്പ് ഈ വിൻഡോ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. ഇത് വിവരശേഖരണ പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുക മാത്രമല്ല, വിവരങ്ങളിലെ കൃത്യത ഉറപ്പാക്കാനും സഹായിക്കും. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ജനങ്ങൾ സാങ്കേതിക വിദ്യയുമായി കൂടുതൽ അടുത്ത സാഹചര്യത്തിൽ ഈ നീക്കം വലിയ വിജയകരമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അറിവും സാക്ഷരതയും ഏറിയ പുതിയ കാലത്ത് ഇത്തരം സംവിധാനങ്ങൾ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഏകദേശം 30 ലക്ഷത്തോളം ഫീൽഡ് വർക്കർമാരെയാണ് ഈ മഹാദൗത്യത്തിന് പങ്കാളികളാക്കുന്നത്. വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനുകളും ഇവ നിരീക്ഷിക്കുന്നതിനായി കേന്ദ്രീകൃത പോർട്ടലുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനായി ഏകദേശം 11,718 കോടി രൂപയുടെ ബജറ്റാണ് കേന്ദ്ര മന്ത്രിസഭ അനുവദിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നേരിട്ട് ഡിജിറ്റൽ രൂപത്തിൽ ശേഖരിക്കുന്നത് വഴി ഡാറ്റ എൻട്രിയിൽ വരാനിരിക്കുന്ന പിഴവുകൾ ഒഴിവാക്കാനും ഫലം അതിവേഗം വിശകലനം ചെയ്യാനും സാധിക്കും. മുൻകാലങ്ങളിൽ സെൻസസ് ഫലങ്ങൾ പുറത്തുവരാൻ വർഷങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ഇത് മാസങ്ങൾക്കുള്ളിൽ ലഭ്യമാക്കാൻ സാധിക്കുമെന്നത് ഭരണകൂടത്തിന് വലിയ നേട്ടമാണ്. സെൻസസ് ഡേറ്റയുടെ വിതരണത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. സെൻസസ് ആസ് എ സർവീസ് എന്ന പുതിയ നയം വഴി വിവിധ മന്ത്രാലയങ്ങൾക്കും നയരൂപീകരണ വിദഗ്ധർക്കും ആവശ്യമായ വിവരങ്ങൾ ഒരു ബട്ടൺ ക്ലിക്കിലൂടെ ലഭ്യമാക്കും. മെഷീൻ റീഡബിളായ ഫോർമാറ്റിൽ വിവരങ്ങൾ ലഭിക്കുന്നത് വഴി ഓരോ പ്രദേശത്തെയും വിദ്യാഭ്യാസ നിലവാരം, ആരോഗ്യ സൗകര്യങ്ങൾ, തൊഴിലില്ലായ്മ തുടങ്ങിയവ കൃത്യമായി പഠിക്കാനും അതനുസരിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും സാധിക്കും. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക ജില്ലയിൽ സ്കൂളുകളുടെ എണ്ണം കുറവാണെന്ന് സെൻസസ് ഡേറ്റ വ്യക്തമാക്കിയാൽ അവിടെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അടിയന്തരമായി ഇടപെടാൻ ഈ കൃത്യമായ വിവരം കരുത്തേകും. സെൻസസിനെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് കേവലം നികുതി പിരിക്കാനോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനോ ഉള്ള മാർഗമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഓരോ പൗരൻ്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഭാവിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് റോഡ്, വൈദ്യുതി, കുടിവെള്ളം തുടങ്ങിയവ പ്ലാൻ ചെയ്യുന്നതിനും വേണ്ടിയുള്ള ശാസ്ത്രീയമായ കണക്കെടുപ്പാണ്. സ്വകാര്യതാ സംരക്ഷണത്തിന് അതീവ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വ്യക്തിഗത വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുമെന്നും അവ മറ്റാവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യില്ലെന്നും നിയമം ഉറപ്പു നൽകുന്നുണ്ട്. ഇന്ത്യയെപ്പോലെ വൈവിധ്യമാർന്ന ഒരു രാജ്യത്ത് ഇത്രയും വലിയൊരു ദൗത്യം നടപ്പിലാക്കുക എന്നത് അത്യന്തം സങ്കീർണമാണ്. ഭൂമിശാസ്ത്രപരമായ പ്രതിബന്ധങ്ങൾ, ഭാഷാപരമായ വ്യത്യാസങ്ങൾ, സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത ജനവിഭാഗങ്ങൾ എന്നിവയെല്ലാം വെല്ലുവിളികളാണ്. എങ്കിലും ഡിജിറ്റൽ സാക്ഷരത വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സ്മാർട്ട് ഫോൺ അധിഷ്ഠിത കണക്കെടുപ്പ് റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ.
ഈ സെൻസസ് ഇന്ത്യയുടെ വികസന കുതിപ്പിന് ഒരു പുതിയ അടിത്തറ പാകും. കൃത്യമായ വിവരങ്ങൾ ഭരണകൂടത്തിന് ലഭിക്കുമ്പോൾ അഴിമതി കുറയ്ക്കാനും അർഹരായവരിലേക്ക് ആനുകൂല്യങ്ങൾ നേരിട്ടെത്തിക്കാനും സാധിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ഈ പ്രക്രിയയിൽ സഹകരിക്കുക എന്നത് ഓരോ പൗരൻ്റെയും കടമയാണ്. നമ്മൾ നൽകുന്ന ഓരോ വിവരവും ഇന്ത്യയുടെ ഭാവി വികസനത്തിലേക്കുള്ള ഓരോ ഇഷ്ടികകളാണ്. വരാനിരിക്കുന്ന മാസങ്ങളിൽ നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യുക വഴി നവഭാരത നിർമ്മിതിയിൽ നമുക്കും പങ്കാളികളാകാം. വരാനിരിക്കുന്ന മാസങ്ങളിൽ നിങ്ങളുടെ വീട്ടുപടിക്കലെത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യുന്നത് വഴി നവഭാരത നിർമ്മിതിയിൽ നമുക്കും പങ്കാളികളാകാം. 2027 മാർച്ച് 1-ാം തീയതി പുറത്തുവരുന്ന ഇന്ത്യയുടെ പുതിയ മുഖം ഈ ഡിജിറ്റൽ സെൻസസിൻ്റെ കൃത്യതയിൽ തീർത്ത ഒന്നായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.